ഹായ്, മീൻ തോരൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ലെങ്കിൽ ഇതാ കണ്ടു. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മീൻ തോരനാണ്. നമ്മൾ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് നല്ല അടിപൊളി ഫിഷാണ്. അതായത് ബാസ ഫിഷ്, മുള്ളൊന്നുമില്ലാത്ത ബാസയുടെ ഫില്ല്. അപ്പൊ കണ്ടോ, തുടങ്ങാൻ പോവാ. അപ്പോൾ നമുക്ക് ഈ ഫിഷ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്ത് എത്രയും ചെറുതാക്കുന്നത് അത്രയും നല്ലതാണേ. നമുക്ക് തോരനായിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒട്ടും വെള്ളം കെട്ടരുത്. അപ്പോൾ ചെറിയ ചെറിയ പീസാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഫിഷ് കട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ബാസ ഫിഷ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം. എനിക്കിവിടെ ഏറ്റവും എളുപ്പം അവൈലബിൾ ആയിട്ടുള്ള ബാസ ഫിഷാണ്. അപ്പോൾ നമ്മൾ മാക്സിമം ചെറുതായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ ഞാനൊരു ഈ സൈസിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെടുത്തിട്ടുണ്ട്. നമ്മുടെ 1 കിലോ ആണ് സാധനം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ വേണ്ട സാധനങ്ങളാണ് ഇതൊക്കെ. പിന്നെ കുറച്ച് സവോള, ഇത് 2 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. അതും വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. പിന്നെ ജിഞ്ചർ ആൻഡ് ഗാർലിക്, ഇതും വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യുക. പിന്നെ കറിവേപ്പില, പച്ചമുളക്, മഞ്ഞപ്പൊടി, ചില്ലി ഫ്ലേക്സ്, പിന്നെ വേണ്ട സാധനമാണ് തേങ്ങാപ്പീര. തേങ്ങാപ്പീര നമ്മളൊരു അതിൻ്റെ കറക്റ്റ് കണക്ക് എനിക്കറിയില്ല. നമ്മളിവിടെ പാക്കറ്റായിട്ടാണ് വാങ്ങിക്കുന്നത്. അപ്പം എനിക്ക് ആവശ്യമുള്ള ഞാൻ എടുത്തിട്ടുണ്ട്. അതിപ്പം നമ്മൾ ഉണ്ടാക്കുന്ന പോലെ എടുക്കുക. പിന്നെ ഇതിനോട് നമുക്ക് കുരുമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ വേണ്ട. അത് ഒരേത്ര ടേസ്റ്റ് പോലെയാണ്. ഞാനിപ്പോൾ കുരുമുളക് എടുക്കുന്നില്ല. പിന്നെ ഇതിനോട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇടുക. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? വാ. അപ്പോൾ നമ്മളൊരു പാൻ എടുത്തു. പാൻ ചൂടാക്കാൻ വെച്ചു. നമ്മളതിലേക്ക് വെളിച്ചെണ്ണ ഇടുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരണം. ചൂടായി വന്നു കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള എടുക്കുക. സവോള ഇടുക. 2 സവോളയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. ഒന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം നമ്മൾ ജിഞ്ചർ, ഗാർലിക്ക്, അതുപോലെ പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അതിനുശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുക. മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി അതിനുശേഷം 1 ബൈ 1 ആയിട്ട് നമ്മുടെ ബാക്കി മസാലകൾ കൂടെ അങ്ങ് ആഡ് ചെയ്യുക. ക്രഷ്ഡ് ചില്ലിയാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മളിപ്പം അരിഞ്ഞു വെച്ചിരിക്കുന്ന മീനിടുക. മീനിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് യോജിപ്പിക്കണം. നമ്മൾ മൂടി വെക്കുന്നില്ല. ഇതിന് മൂടി വെച്ച് കഴിഞ്ഞാൽ വെള്ളം കെട്ടും. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. ഞാൻ ഒരു അല്പം കൂടെ ഫ്ലേക്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ശരിക്കും ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റിനുള്ളിൽ നമ്മുടെ മീൻ വേകും. മീൻ വെന്ത് കഴിഞ്ഞാൽ നമുക്കിനി ഉള്ള 2 ഐറ്റം കൂടെ നമുക്ക് ബാലൻസ് ഉള്ള നമ്മുടെ കറിവേപ്പിലയുണ്ട്, തേങ്ങാപ്പീരയുണ്ട്. നമുക്ക് ഈ 2 സാധനം ഇടണ്ടേ. നമുക്കപ്പം തേങ്ങാപ്പീര ഇടാം. മീൻ ഓൾറെഡി വെന്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡ്രൈ തേങ്ങയാണ്. അപ്പം നമുക്ക് ഫ്രഷ് ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. എനിക്കിപ്പം ഇതേ ഉള്ളൂ എൻ്റെ കയ്യിൽ, അതുകൊണ്ട് മാത്രമാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഞാൻ ഫ്രഷ് തന്നെ യൂസ് ചെയ്യുന്നത്. അപ്പം നന്നായിട്ടൊന്ന് ഇളക്കുക. ഇതിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കുക. ലാസ്റ്റാണ് നമ്മൾ കറിവേപ്പില ഇടുന്നത്. നമ്മൾ കറിവേപ്പില ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറിവേപ്പില ഇവിടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കുക. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നമ്മുടെ സാധനം ഏതാണ്ട് റെഡിയാണ്. ഇപ്പം തൊട്ട് കഴിഞ്ഞാൽ പൊടിയുന്ന പരുവായിട്ടുണ്ട്. നല്ല അടിപൊളി ഫ്ലേവർ വരുന്നുണ്ട്. നല്ല സ്മെല്ല്. അതായത് ശരിക്കും പച്ചമുളകിൻ്റെയും അതേപോലെ ജിഞ്ചർ, ഗാർലിക്ക്, അതേപോലെ ക്രഷ്ഡ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ റെഡ് ചില്ലിയും ഇതിൻ്റെയൊക്കെ സ്മെല്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പുളിയാണ്. അപ്പം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണേ. നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ സാധനം റെഡി. ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ. പൊളി കേട്ടോ, സൂപ്പർ. അപ്പം ഉണ്ടാക്കിയോ, കഴിച്ചു നോക്കിയോ. സൂപ്പറാണ്, ഈസിയാണ്. ഓക്കെ.